പ്രൈസ് ലോഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ കോൺഫ്ലിക്ട്സ് വരും. കോൺഫ്ലിക്ട്സ് വരാതിരിക്കുന്ന അനുഭവം ഒരു മാരേജസിലും ഉണ്ടാകത്തില്ല. കോൺഫ്ലിക്റ്റ് ഈസ് ഇന്നെവിറ്റബിൾ ഇൻ മാരേജ്. പക്ഷേ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നാം അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. രണ്ട് വ്യക്തികൾ, അവർക്ക് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് ഉണ്ട്, പ്രതീക്ഷകളുണ്ട്, ഹിസ്റ്ററീസ് അവരുടെ ഡിഫറെൻ്റ്. പക്ഷേ എല്ലാ കാര്യത്തിലും അത് അഗ്രി ചെയ്യണമെന്നില്ല ഒരുമിച്ച് രണ്ടുപേരുടെയും കൂടെ. അപ്പോൾ ജയകരമായ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബസ്ഥർ ഈ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യത്തില്ല. അത് എലിമിനേറ്റ് ചെയ്യാനും അവർക്ക് കഴിയത്തില്ല. അവർ അതിൽ കൂടെ നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് പഠിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഐസൊലേഷൻ വരാതെ, അകൽച്ച വരാതെ, പിണക്കം വരാതെ, അതൊന്നുകൂടെ ഒരു ഗ്രേറ്റർ ഇൻറ്റിമസിയിലേക്ക് നയിക്കത്തക്കവണ്ണം അവർ അത് പഠിക്കും. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. സ്തോത്രം. എല്ലാ കപ്പിൾസിനും ഒരു ചോയ്സ് ഉണ്ട്. കോൺഫ്ലിക്റ്റിനെ ഫേസ് ചെയ്യുമ്പോൾ ഒന്നിലവർ അങ്ങാകം തങ്ങും, ഇല്ലെങ്കിൽ അവരിലേക്ക് തന്നെ ഒന്നുകൂടെ അടുത്ത് വരും. അപ്പം ഇഷ്യൂസ് വരുമ്പോൾ തമ്മിൽ അടുത്ത് വരുന്നവർക്ക് എന്ത് പറ്റുമെന്നറിയാമോ? അവർക്ക് ഒന്നുകൂടെ ആഴത്തിലും കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കോൺഫ്ലിക്ട്സ് ഇല്ലാതിരിക്കാൻ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ പ്രശ്നത്തിൽ നിന്ന്, ആ ഇഷ്യൂന്ന് വരുന്ന ആ ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ടല്ലോ, അതിനെ മിനിമൈസ് ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പം കോൺഫ്ലിക്റ്റ് അൺഅവോയ്ഡബിളാണ്, ഇന്നെവിറ്റബിളാണ്. പക്ഷേ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന വിധത്തെ നാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്കെല്ലാം അറിയാം, സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് 1 കൊരിന്ത്യർ 13. അപ്പം വളരെ യോജിപ്പോടെ ജീവിച്ചു പോകണമെങ്കിൽ ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഒത്തിരി സഹായിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. അതിങ്ങനെ പറയുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്തോത്രം. എല്ലാം സഹിക്കുന്നു എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളാരും എന്നോട് അഗ്രി ചെയ്യത്തില്ലായിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ 4 പ്രിൻസിപ്പിൾസ് ഈ പാസേജസിൽ നിന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്കതിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. 1, ലവ് ഈസ് പേഷ്യൻറ്റ്. പ്രൈസ് ഗോഡ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തേ. കൂട്ടാളിയോട് ഒന്ന് പേഷ്യൻ്റായിട്ടൊന്ന് ഇരുന്നേ. ഈ ഡിസഗ്രിമെൻറ്റ് വന്നതിനെ ഒരു യുദ്ധത്തിലേക്കൊന്ന് എസ്കലേറ്റ് ചെയ്യരുത്. അതായത് യുദ്ധത്തിലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് വരില്ല, യുദ്ധത്തിലേക്ക് നയിക്കരുത്. ഏത് കോൺവെർസേഷൻ്റെയും ആദ്യത്തെ ചില നിമിഷങ്ങൾ
അതാണ് ആ കോൺവെർസേഷൻ്റെ അവസാനത്തെ ഔട്ട്കമ്മിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അല്പസമയം ഒന്ന് പേഷ്യൻ്റായിട്ടിരിക്കാൻ പറ്റുമോ? പിന്നെ അടുത്തത്, ലവ് ഈസ് നോട്ട് പ്രൗഡ്. എന്ത് ചെയ്യണം? നമ്മുടെ അഹങ്കാരത്തെ നമുക്കങ്ങ് വിഴുങ്ങാം. നമ്മൾ മുറിവേൽക്കുമ്പോൾ, നാം അപമാനിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മളെ ഇതങ്ങ് അറ്റാക്ക് ചെയ്യുവാണല്ലോ നമ്മുടെ പേഴ്സണാലിറ്റീനെ, ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് ചില ഇമോഷൻസ് നിന്നെ ഓവർ റൂൾ ചെയ്യുമ്പോൾ, നിൻ്റെ ഉള്ളിലെ ആ സ്വയമുണ്ടല്ലോ, അഹങ്കാരമുണ്ടല്ലോ, അതൊരു അറ്റാക്ക് മോഡിലേക്ക് വരും. താഴ്മ, ഞാൻ പറയുന്നത് നിന്നെ എല്ലാവർക്കും ചവിട്ടി തേക്കാനുള്ളൊരു ചവിട്ടുമെത്തയാക്കി മാറ്റണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. താഴ്മയുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഇടയാകും. ഒരു ഹമ്പിളായിട്ടുള്ള പേഴ്സണുമായിട്ട് വഴക്കുണ്ടാക്കാൻ ഇറ്റ് ഈസ് റിയലി ഇമ്പോസിബിൾ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അടുത്തത്, ലവ് റിജോയ്സസ് വിത്ത് ദ ട്രൂത്ത്. സ്നേഹത്തിനൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ അവൻ സന്തോഷിക്കും. നമ്മളൊക്കെ നമ്മളെ തന്നെ ഒന്ന് നീതീകരിക്കത്തക്കവണ്ണം നമ്മുടെ സ്വന്തം കാര്യങ്ങളെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്നവരാണ്. അത് മനുഷ്യ സ്വഭാവമാണ്. നാം നമ്മുടെ വാക്കുകളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, ബെസ്റ്റ് ലൈറ്റിൽ കൊണ്ടുവരത്തക്കവണ്ണം നമ്മുടെ വാക്കുകളെ നമ്മൾ ഫ്രെയിം ചെയ്യും. പക്ഷേ നമ്മുടെ കൂട്ടാളിയുടെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ ഈ കാര്യത്തിൽ കറക്റ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ബി ഓപ്പൺ, തുറന്ന മനസ്സോടെ ആ ട്രൂത്ത്, നിൻ്റെ കൂട്ടാളി പറഞ്ഞ കാര്യം കുഞ്ഞെ നീ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നേ, ഒരു ദോഷവും ഉണ്ടാകത്തില്ല. പിന്നെ ലവ് ഓൾവേസ് പ്രൊട്ടക്ട്സ്, ട്രസ്റ്റ്, ഹോപ്സ് ആൻഡ് പ്രിസർവേഴ്സ്. ഹല്ലേലൂയ. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, അല്ലേ? എല്ലാം പ്രത്യാശിക്കുന്നു. പറ്റുമോ അത്? പറ്റത്തില്ല. അതുകൊണ്ട് നീ നിൻ്റെ കൂട്ടാളിയോട് ഒന്ന് ചേർന്ന് നിന്നേ. എന്നിട്ട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നിനക്ക് എല്ലാം പൊറുക്കാനായിട്ട് കഴിയും, എല്ലാം വിശ്വസിക്കാനായിട്ട് കഴിയും, എല്ലാം പ്രത്യാശിക്കാനായിട്ട് കഴിയും, എല്ലാം സഹിക്കാനായിട്ടും കഴിയും. അപ്പം ഒരു ഹെൽത്തി വേയിലേക്ക് ആ കോൺഫ്ലിക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റെഗുലറായിട്ട് കോൺവെർസേഷൻ കുടുംബജീവിതത്തിൽ കാണണം. എനിക്ക് തോന്നുന്നു എവിടേക്കോ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ പറയേണ്ടി വന്നപ്പോൾ ഞാൻ കുടുംബജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയാമോ? അനാവശ്യമായിട്ട് നമ്മൾ തന്നെ ടെൻഷൻ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഒരു ഇഷ്യൂവിനെ പറ്റി ഒരു ആർഗ്യുമെൻറ്റ്, ഒരു വാക്ക് തർക്കം, ഒരു വാദം ഒരിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അതേ വാദങ്ങൾ കുഞ്ഞെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഇഷ്യൂസ് ഇപ്പോഴും അൺറിസോൾവ്ഡായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, കുടുംബത്തിനകത്ത് സമാധാനം വേണമെന്ന് വിചാരിച്ചു വിട്ടുകളഞ്ഞ ചിലതൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് കയറി പിടിക്കും. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ കൂടുതൽ ആഴത്തിലുള്ള കോൺഫിഡൻസിലേക്ക് അത് വരും. അതുകൊണ്ട് ഈ ഷണ്ണ ഇടുന്നതൊന്നും അത്ര തമാശയുള്ള കാര്യമല്ല. പക്ഷേ അത് കുടുംബജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ആരോഗ്യപരമായ രീതിയിൽ ദൈവപ്രകാരം അതിനെ ഒന്ന് കാണുവാണെങ്കിൽ നമ്മുടെ ബന്ധത്തിൻ്റെ ആഴത്തെ ഒന്നുകൂടെ അത് വളർത്തിയെടുക്കാൻ തക്കവണ്ണമുള്ളൊരു അവസരമായിട്ടത് മാറും. പ്രൈസ് ഗോഡ്. ദൈവത്തിനാണേലും നമ്മൾ കൂടുതലായിട്ട് അവൻ്റെ കൃപയിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചാരണമെന്ന് ആഗ്രഹിക്കുന്നത്. തന്നെയുമല്ല, അങ്ങനെ നാം അവൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരുമ്പോൾ നമ്മൾ ബെറ്റർ പാർട്ട്നേഴ്സ് ആകുക മാത്രമല്ല,
അനേകർക്ക് സാക്ഷികളായി ദൈവത്തിന് പ്രസാദമുള്ളൊരു കുടുംബജീവൻ നയിപ്പാൻ്റെ ഗുണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിപ്പാനും ദൈവത്തെ ചാരുവാനും സ്നേഹത്തിലെല്ലാം കാണുവാൻ പാട്ടുകാരൻ പാടുന്നത് പോലെ സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.